ആനവാൽ മോതിരമിട്ടാൽ പേടി മാറുമോ, ആനപ്പിണ്ടത്തിൽ ചവിട്ടിയാൽ മുടി വളരുമോ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പല പല ചൊല്ലുകളും പറച്ചിലുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. ആന എത്ര ഭക്ഷണം കഴിക്കും? അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇതൊക്കെ ഒരുപാട് കൗതുകങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അങ്ങനെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ. ആനകളെ അടുത്ത് കാണാനും അറിയാനും അവരുടെ ഈ കൗതുകകരമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാനും ഒക്കെ വയനാട് മുത്തങ്ങ ആന ക്യാമ്പിലെത്തിയ കുട്ടികൾക്ക് വലിയൊരു അവസരമൊരുക്കി. ആ ദൃശ്യങ്ങളൊക്കെ സമൂഹമാധ്യമങ്ങളിൽ വൈറലുമാണ്. കാണാം. ഞാൻ പേടി പോകുന്നു പറയാം. അങ്ങനെയുണ്ടോ? അങ്ങനെ ബഷീറിന്റെ കഥയിലുണ്ട്. അങ്ങനെ പേടി പോവോ? പേടി പോവോ? പിന്നെ ആനപ്പിണ്ടത്തിൽ അറിയാതെ ചവിട്ടിയ മുടി വളരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അത് വെറുതെ പറയാ. ആനപ്പിണ്ടത്തിൽ അറിയാതെ ചവിട്ടിയാലും അർത്ഥം വേണ്ടി ചവിട്ടിയാലും കാല് കഴിക്കാൻ മതി. അപ്പൊ കാട്ടിലാണ് എന്താ തിന്ന? പുല്ല് തിന്നും. പനയോല കാട്ടിലില്ല. പനയോല കാട്ടിൽ മുള തിന്നും. നമുക്ക് ആന ഏറ്റവും കൂടുതൽ തിന്നുന്ന കരിമ്പ് കാട്ടിലില്ല. കാട്ടില് കരിമ്പില്ല. നട്ടുപിടിപ്പിച്ചാലും മുളയ്ക്കില്ല. കാരണം ഒരുപാട് ആനയില്ലേ നമുക്ക്. അപ്പൊ ഇത് ഒരു ആനയ്ക്ക് എത്ര ഫുഡ് വേണം? നിങ്ങൾ ഒരു ദിവസം എത്ര വട്ടം ഫുഡ് കഴിക്കും? 5 വട്ടം കഴിക്കും. ബിരിയാണി ആണെങ്കിൽ 5 വട്ടം കഴിക്കും. ബിരിയാണി ആണെങ്കിൽ എന്നാലും എത്ര കഴിക്കരുത്? ഒരു പ്ലേറ്റ് കഴിക്കും മൊത്തം. നമ്മുടെ ഈ ആന കണ്ടോ? ഈ ആനക്ക് ഒരു ദിവസം എത്ര ഫുഡ് വേണമെന്നറിയോ? അല്ലെ എത്ര ഭക്ഷണം വേണമെന്നറിയോ? 250 കിലോ. ഇല്ല, നമ്മളെക്കാൾ അത്രയും പൊൻകുഴി പുഴയിലും അവിടെ എവിടെയൊക്കെ പോയി വെള്ളം കൊള്ളും. കണ്ടോ? ഇതൊക്കെ അറിയാം. ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ എല്ലാവർക്കും. നമ്മൾ ഈ തുമ്പിക്കൈ കണ്ടില്ലേ? എല്ലാം ഇല്ല. മസിലുകളുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കട്ടെ. പിള്ളേരൊക്കെ പഠിച്ച സാധനം. അപ്പൊ മനുഷ്യന് ഒരു 2 ലിറ്റർ വെള്ളമൊക്കെ മതി ഒരു ദിവസം. ആന എത്ര കുടിക്കുന്നറിയോ? ഒരു 200 ലിറ്റർ. അതായത് ഇതിനകത്തെ കുപ്പിക്ക് 200 കുപ്പി വെള്ളം വേണം ആനയ്ക്ക് ഒരു ദിവസം കുടിക്കാൻ. കേട്ടില്ലേ? 250 കിലോ ഭക്ഷണവും 200 ലിറ്റർ വെള്ളവും വേണം. ഇതും എല്ലാവർക്കും എനിക്കുള്ള പുതിയ അറിവുകളിൽ പെട്ടതുകൂടിയായിരിക്കും. അപ്പോൾ കമൽ അതിനോട് പറയും. കമൽ, ആ കുട്ടികൾ വളരെ നിഷ്കളങ്ക ഭാവത്തിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉദ്യോഗസ്ഥർ വളരെ കാര്യമായ കുട്ടികളോട് സ്നേഹത്തോടെ നമ്മുടെ ചില തെറ്റിദ്ധാരണകളെ അവർക്ക് മറന്നേക്കി അതിൻ്റെ എന്താണ് യാഥാർത്ഥ്യമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെല്ലാനുള്ള അങ്ങനെ ഒരു പദ്ധതിയൊക്കെ വനവകുപ്പോട് ഒരുക്കിയിട്ടുണ്ടോ? കൂടുതൽ സ്കൂളുകൾക്കൊക്കെ ഈ ഒരു അവസരം കിട്ടും? ഈ വീഡിയോ കുറച്ച് മുമ്പുള്ളതാണ്. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണെങ്കിലും ഓഗസ്റ്റ് 12-നാണ് ഇത് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. അന്ന് ലോക ഗജദിനമായിരുന്നു. അതിൻ്റെ ഭാഗമായി മുത്തങ്ങ ആന ക്യാമ്പിൽ ആനയൂട്ടും മറ്റു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അന്നാണ് ഈ ആനകളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി സുൽത്താൻ ബത്തേരി പൂമല ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികളാണ് അവിടെ എത്തിയത്. ആ മിടുക്കന്മാരും മിടുക്കികളൊക്കെ പൂമല സ്കൂളിലെ കുട്ടികളാണ്. അവരാണ് ഈ ആനകളെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നതും അവരുടെ മനസ്സിലുള്ള കുഞ്ഞറിവുകൾ പങ്കുവെക്കുന്നതുമൊക്കെ. അതിന് മറുപടി പറയുന്നത് വനം വകുപ്പിലെ ബയോളജിസ്റ്റ് വിഷ്ണുവാണ്. വിഷ്ണു വനം വകുപ്പിൻ്റെ പല ദൗത്യങ്ങളിലും നമ്മുടെ PM2 അതുപോലെ PT7 അരിക്കൊമ്പനുമൊക്കെയായി ബന്ധപ്പെട്ട ദൗത്യങ്ങളിലൊക്കെ പങ്കുവഹിച്ച ആളാണ്. ഡോക്ടർ അരുൺ സക്രിയുടെയും ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെയും ഒക്കെ സംഘങ്ങളിലെ പ്രധാന അംഗമാണ് ബയോളജിസ്റ്റായ വിഷ്ണു. കുറേ കാലമായി മുത്തങ്ങയിൽ വയനാട്ടിൽ എലിഫന്റ് സ്ക്വാഡിൻ്റെ ഭാഗമായും പ്രത്യേക ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായും ഒക്കെ വിഷ്ണുവാണ് ഈ ശരിയായ അറിവുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ സംശയങ്ങളൊക്കെ കേട്ട് അതുപോലെ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡൻ വരുണ്ടാലിയ IFSും അവിടെ നിൽക്കുന്നുണ്ട്. കുട്ടികൾ പറയുന്നതൊക്കെ കേട്ട് അത്തരത്തിൽ വനം വകുപ്പിൻ്റെ ആന ക്യാമ്പിലെത്തിയ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്നതാണ്. കുഞ്ഞുങ്ങളുടെ സംശയവും അവരുടെ അറിവ് പങ്കുവെക്കലും ഒക്കെയാണ് ഈ ദൃശ്യങ്ങൾ വൈറലാകാൻ കാരണം. പക്ഷേ എന്തായാലും വളരെ പോസിറ്റീവായ കമൻറ്റുകളൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത്. ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയാണ് പകർന്നു നൽകേണ്ടത്. ക്ലാസ് മുറിയിൽ ഇരുത്തിയ ആനയെക്കുറിച്ച് പറഞ്ഞാലും അവർക്ക് ഒരുപക്ഷെ അവരുടെ മനസ്സിലത് പതിയില്ല. പക്ഷേ ആന ക്യാമ്പിൽ ആനകളെയൊക്കെ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് കുട്ടികൾക്കത് മനസ്സിലാകുന്നു. അവർ അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് അതൊക്കെ ശരിയായി മനസ്സിലാക്കുന്നു. തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തി ശരിയായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദൃശ്യമാണ്. അതുകൊണ്ടാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും വൈറലാകുന്നത്. എന്തായാലും വനംവകുപ്പ് ഇത്തരം ക്യാമ്പുകളും ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ വന്യജീവികളെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ അവർക്ക് അറിവ് പകർന്നു നൽകാൻ ഇത്തരത്തിലുള്ള ക്യാമ്പുകളും ക്ലാസ്സുകളും ഒക്കെയുണ്ട്. കൂടുതൽ കുട്ടികളെ അതിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. കാരണം പുതിയ തലമുറയ്ക്ക് അവബോധവും അറിവും ഒക്കെ നൽകുന്നതിലൂടെ മാത്രമേ നല്ലൊരു ലോകം സൃഷ്ടിക്കാനാകൂ. അതിനുള്ള ചുവടുവയ്പ്പാകട്ടെ ഇത്തരം ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ.